നമസ്കാരം. നെഞ്ചത്തടിച്ച് എല്ലാം പോയേ എന്ന് നിലവിളിക്കാന് ഇനി ആർക്ക് സാധിക്കൂ? നമ്മുടെ അമേരിക്കയ്ക്ക് സാധിക്കൂ. കാര്യങ്ങൾ ഇത്തരത്തിലെത്തി നിൽക്കുകയാണ്. കാരണം ഇറാനെതിരായ യുദ്ധം ആരംഭിച്ച നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ അമേരിക്കയുടെ തന്ത്രപരമായ കണ്ടകശനി അക്ഷരാർത്ഥത്തിൽ തുടങ്ങി. മറ്റൊന്നുമല്ല, ഭൂപടത്തിൽ തങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല. അതായത് ലോക പോലീസ് കളിച്ചു കിടന്നതാണ് നമ്മുടെ സ്വാഭാവികമായ ഈ അമേരിക്ക. ആ അമേരിക്കയുടെ ഹുങ്കിനിട്ട് തന്നെയാണ് ഇറാൻ പൊട്ടുകയും ചെയ്തു. ഇസ്രായേലിനോടുള്ള സൗഹൃദത്തിന്റെ പുറത്തുള്ള ആയുധം കൊടുക്കലല്ല, മറിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ അവസാന കൈവിട്ട കളിയാണ്. ആഗോള സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ അജേയതയുടെ കോട്ടകൾ തകർന്നു വീണത്. ഇത് ചരിത്രപരമായ ക്ലൈമാക്സിനാണ് ലോകം സാക്ഷിയായത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു സാധാരണ മിസൈൽ പോരാട്ടമല്ലായിരുന്നു. അത് അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ അടിത്തറ തന്നെ കുലുക്കുന്ന ഒരു യുദ്ധമായി മാറുകയായിരുന്നു. കാരണം ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രയേൽ മാത്രം മതിയായിരുന്നില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലായി. ഇറാന്റെ അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് സ്വഭാവമുള്ള ആയുധങ്ങളും ഇസ്രയേലിന്റെ പല സുരക്ഷാ പാളികളും തകർത്തു കളഞ്ഞു. അപ്പോഴാണ് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ചാടേണ്ടി വന്നത്. എന്നാൽ അതൊരു സഹായം മാത്രമായിരുന്നില്ല, മറിച്ച് ഇസ്രയേലിന്റെ യുദ്ധം അമേരിക്ക തന്നെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്ത ഒരു അവസ്ഥയായി. പെന്റഗന്റെ കണക്കനുസരിച്ച് യുദ്ധത്തിനിടെ ഇസ്രയേലിനേക്കാൾ കൂടുതൽ മിസൈൽ ഇന്റർസെപ്റ്ററുകളും അമേരിക്കയാണ് വിക്ഷേപിച്ചത്. താഡ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന 200-ലധികം ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക വിന്യസിച്ചിരുന്നു. അത് അമേരിക്കയുടെ ആഗോള ശേഖരത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിൽ നിന്നുമുള്ള അമേരിക്കൻ നാവിക കപ്പലുകൾ SM-3, SM-6 പോലുള്ള വില കൂടിയ മിസൈലുകൾ തുടർച്ചയായി പ്രയോഗിച്ചു. അതേസമയം ഇസ്രയേൽ ഉപയോഗിച്ചിരുന്ന ആരോ ഇന്റർസെപ്റ്ററുകൾ, ഡേവിഡ് സ്ലിംഗ് സംവിധാനങ്ങളും താരതമ്യേന വളരെ കുറവായിരുന്നു. ലോകം പുറത്തുനിന്ന് കണ്ടത് ഇസ്രയേൽ പ്രതിരോധമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നടന്ന എന്തായിരുന്നു? അമേരിക്കയുടെ ആയുധ ശേഖരം തീർക്കുന്ന ഒരു വമ്പൻ ക്ഷയയുദ്ധമായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ ഞെട്ടൽ മറ്റൊന്നാണ്. എന്താന്ന് വെച്ചാൽ, അമേരിക്കയുടെ ആയുധ നിർമ്മാണ വ്യവസായത്തിന് ഈ നഷ്ടം വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. വൻ നഷ്ടം സ്വാഭാവികമായി ആർക്കുണ്ടായി? അമേരിക്കയ്ക്കുണ്ടായി. അപ്പൊ താഡ് ഇന്റർസെപ്റ്റർ പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇനി എന്ത് ചെയ്യുന്നു? വർഷങ്ങൾ എടുക്കും. ഇന്നോ നാളെയോ ചെന്ന് പെട്ടെന്ന് നിർമ്മിക്കണമെന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ താഡ് പോൽ സാധനങ്ങൾ. ഒരു മിസൈൽ ഉപയോഗിക്കുന്നതിന് ചില സെക്കൻഡുകൾ മാത്രം മതി. പക്ഷേ അതിന് പകരം പുതിയ ഒന്ന് നിർമ്മിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വർഷങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. യുദ്ധം വീണ്ടും തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഈ ചോദ്യം മുന്നിലുണ്ട് എങ്കിലും അമേരിക്ക എന്ത് ചെയ്തു? അത് കണ്ട ഭാവം നടിക്കുന്നില്ല. ഇറാനെതിരെ നടത്തിയ ഈ വമ്പൻ പ്രതിരോധ ഓപ്പറേഷന് ശേഷം അമേരിക്കയുടെ തന്ത്രപരമായ കരുതൽ ശേഖരം ഭീഷണികരമായി കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇറാന്റെ യഥാർത്ഥ വിജയം. ഇവിടെയാണ് ഇറാൻ വിജയം ഉണ്ടായത്. കാരണം ഇറാൻ തുച്ഛമായ പൈസയ്ക്കാണ് പ്രതിരോധം തീർത്ത് വേണ്ട രീതി കൊടുക്കുന്നത്. പക്ഷെ അമേരിക്കയാകട്ടെ കോടികളുടെ നഷ്ടമുണ്ടാക്കിയാണ് തിരിച്ചടിക്കുന്നത്. പക്ഷെ ഇതൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഇനിയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വേണ്ടിവരും. പക്ഷെ ഇത് സമ്മതിച്ചു തരാൻ അമേരിക്കയ്ക്ക് എന്ത് ചെയ്ത്? അമേരിക്ക കൊണ്ട് സാധിക്കുകയില്ല. അവരത് തുറന്ന് സമ്മതിക്കുകയില്ല. സമ്മതിച്ചു കഴിഞ്ഞാൽ തങ്ങൾ സ്വാഭാവികമായും തോറ്റുപോയി എന്നൊരു ചിത്രം തങ്ങൾക്ക് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് സമ്മതിക്കാതിരിക്കുന്നത്. എന്തായാലും ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേലിന് സ്വന്തം യുദ്ധങ്ങൾ ജയിക്കാൻ കഴിയില്ലെന്നും പക്ഷെ ലോകം അത് തിരിച്ചറിയുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ദീർഘകാലം യുദ്ധം തുടരാൻ ഒരു പ്രാപ്തമല്ല, അവരെ കൊണ്ട് കഴിയില്ല. പക്ഷെ ഇതോടെ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇനി ഒരേ സമയം ഒന്നിലധികം യുദ്ധം കൈകാര്യം ചെയ്യാനാകുമോ? ചൈന തായ്വാൻ പ്രതിസന്ധി, റഷ്യ നാറ്റോ സംഘർഷം, കൊറിയൻ ഉപദ്വീപിലെ അനിശ്ചിതാവസ്ഥ, ഇതെല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാൽ അമേരിക്കയുടെ അവസ്ഥ എന്താവും? ഇറാനെതിരെ മാത്രം നടത്തിയ ഈ പരിമിത യുദ്ധം പോലും അമേരിക്കയുടെ മിസൈൽ ശേഖരങ്ങൾ അപകടകരമായി ക്ഷയിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റോൾ ഹില്ലിൽ നിന്ന് തന്നെ ആശങ്കകൾ ഉയരുന്നു. ഇനി എങ്ങനെ ഈ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ പുനർനിർമ്മിക്കും എന്നാണ് സെനറ്റർമാർ ചോദിക്കുന്നത്. എന്തായാലും ട്രംപ് ഭരണകൂടം ആയുധ നിർമ്മാണ കമ്പനികളുമായി പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിലും അതിന്റെ ഫലം ലഭിക്കാൻ വർഷങ്ങളോളം വേണ്ടിവരും. അതുവരെ അമേരിക്കയുടെ സൈനിക കരുത്തിൽ ഒരു വലിയ പൊള്ളൽ തുടരും. ഇതാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഏറ്റവും വലിയ സത്യം. അമേരിക്കയെ നേരിട്ട് തകർക്കേണ്ടതില്ല, അവരെ ക്ഷയിപ്പിച്ചാൽ മാത്രം മതി. ആ തന്ത്രമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് നീങ്ങുന്നത്.
ഇതോടെ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായി മാറുകയാണ്. ഒരിക്കൽ അമേരിക്ക ഉണ്ടെങ്കിലും ആരെയും തോൽപ്പിക്കാം എന്ന ഒരു ആത്മവിശ്വാസമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അമേരിക്ക പേരിന് മാത്രമേ ഉള്ളൂ, അവരെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് ഇറാൻ നാൾക്കുനാൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.